ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ അമ്മ വീട്ടിൽ നിന്ന് മാമന്മാരും ചേട്ടായിമാരും ഒക്കെ കുറേ നാളത്തെ ഒരു പ്ലാനിങ്ങിന് ശേഷം ഞങ്ങൾ മൂന്നാർക്ക് ഒരു ട്രിപ്പ് പോവുകയാണ്. അങ്ങനെ എല്ലാവരും എത്തിച്ചേർന്നു. വരാമെന്ന് പറഞ്ഞവരെല്ലാവരും വന്നു. അപ്പോൾ ചിറ്റമാർക്കും പിള്ളേർ സെറ്റിനൊക്കെ ഞങ്ങൾ ടാറ്റ പറഞ്ഞ് വീഡിയോയ്ക്കൊരു ഹായും പറഞ്ഞ് ഞങ്ങൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. അങ്ങനെ ഐശ്വര്യമായിട്ട് ഞാൻ വണ്ടി എടുത്തു. പോകുന്ന വഴിക്ക് നമ്മുടെ അമ്പലത്തിൽ വഴിപാട് വിട്ടു. തൊട്ടപ്പുറത്ത് തന്നെ ഒരു ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കളക്ട് ചെയ്ത് ഞങ്ങൾ പോകുന്ന വഴിക്ക് കഴിക്കാനുള്ള പ്ലാനാണ്. അങ്ങനെ വീണ്ടും യാത്ര തുടങ്ങി. വഴിയരികിൽ ഒരു നല്ലൊരു സ്ഥലം കിട്ടിയപ്പോഴത്തേനും വണ്ടി ഒതുക്കി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു തുടങ്ങി. പൊറോട്ടയും മുട്ടക്കറിയായിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും യാത്ര തുടങ്ങി. അങ്ങനെ എനർജി ഡ്രിങ്ക് കളക്ട് ചെയ്യാനായിട്ട് തുറക്കാത്ത ബീവറേജിൻ്റെ മുമ്പിൽ ക്യൂ നിൽക്കുന്ന രംഗമാണ് ഈ കാണുന്നത്. അങ്ങനെ അവിടെ നിന്ന് സാധനവും കളക്ട് ചെയ്ത് ഞങ്ങൾ മൂന്നാറിൻ്റെ കവാടമായ നേര്യമംഗലം പാലത്തിലൂടെ യാത്ര തുടരുകയാണ്. അതിനുശേഷം ഞങ്ങൾ പോകുന്ന വഴിക്ക് ചീയപ്പാറ വെള്ളച്ചാട്ടത്തിൽ ജസ്റ്റ് ഒന്ന് നിർത്തി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫോട്ടോസെല്ലാം എടുത്തതിന് ശേഷം നേരെ ആനച്ചാൽ നമ്മുടെ മീൻ മാർക്കറ്റിൽ ചെന്നു. അവിടെ നിന്ന് രാത്രിത്തേക്കുള്ള മീനും ചിക്കനെല്ലാം കളക്ട് ചെയ്ത് ഞങ്ങൾ നേരെ റൂമിലെത്തി. ഉച്ചഭക്ഷണം ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിശപ്പിൻ്റെ വിളി കാരണം ഞങ്ങളത് പെട്ടെന്ന് തന്നെ ശാപ്പിട്ടു. അതിനുശേഷം കുക്കിംഗ് ഡ്യൂട്ടിയിലേക്ക് കിടക്കുന്ന രംഗങ്ങളാണ് ഈ കാണുന്നത്. അപ്പോൾ അവിടെ കുക്കിങ്ങിൻ്റെ പരിപാടികൾ തുടങ്ങി. അപ്പം ഞങ്ങൾ പതുക്കെ എൻജോയ്മെൻറ്റ് മൂഡിലേക്ക് കിടന്നു. അങ്ങനെ തലേ ദിവസത്തെ വമ്പൻ ഒരു പൊളിച്ചടക്കലിന് ശേഷം ഞങ്ങൾ രാവിലെ കുളിച്ച് റെഡിയായി സൈറ്റ് സീയിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മുടെ മൂന്നാർ പോകുന്ന വഴിക്ക് നമ്മുടെ 2-ാം മൈൽ വ്യൂ പോയിൻറ്റിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഈ 2-ാം മൈൽ വ്യൂ പോയിൻറ്റിൻ്റെ ഭംഗി നിങ്ങളും കൂടെ ഒന്ന് ആസ്വദിക്കൂ. അപ്പോൾ ഞങ്ങളിനി പതുക്കെ തിരിച്ച് ഇറങ്ങി പോകാനുള്ള പ്ലാനിലാണ്. അപ്പോൾ അടുത്ത വിശേഷങ്ങളുമായി ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.